അതുകൊണ്ട് ഒരാളുടെ അഭിമാനത്തെയും പരസ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വ്രണപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരാളുടെ അഭിമാനത്തെ നമ്മൾ പരസ്യമായിട്ട് വ്രണപ്പെടുത്തിയാൽ അയാളുടെ മനസ്സിൽ അതൊരു കറയായിട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി അതൊരിക്കലും തന്നെ കഴിച്ചിലാവില്ല. പടപ്പുകളോടുള്ള ബാധ്യത അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരും എന്നൊരാളും കരുതണ്ട. അത് ആ പടപ്പ് എന്നെ വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് തരണം. ഇത് മുനാഫിഖിൻ്റെ അടയാളം. നെമീമത്ത് പറഞ്ഞെടുക്കുക. എന്താ നെമീമത്ത് പറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഈ നെമീമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ എന്താ? ഗീബത്ത് പറഞ്ഞ കുറ്റം പറയാം. ഒരാളുടെ കുറ്റം അയാളുടെ അസാന്നിധ്യത്തിൽ വെച്ച് മറ്റാളോട് ഇങ്ങനെ പറയാം. അതാണ് കുറ്റം പറയാൻ പറഞ്ഞത്. അവനെ അറിയാലോ, അവന് സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു പറയാം. ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് നെമീമത്ത്. എന്താ നെമീമത്ത് പറഞ്ഞാൽ? ഫിത്ന ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഒരാൾ പറഞ്ഞ കാര്യത്തെ മറ്റൊരാളോട് പറയാം. ഇതാണ് നെമീമത്ത്. ഫിത്ന ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഒരാൾ പറഞ്ഞ കാര്യത്തെ മറ്റൊരാളോട് പറയാം. ഇതാണ് നെമീമത്ത്. നമ്മൾ ചെയ്യുന്നുണ്ടോ നോക്കുക. ഇന്ന ആള് ഇന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം അയാൾക്ക് ഈ വിഷയം പറയേണ്ട ആവശ്യം എന്തേനു, അപ്പം അയാൾ ഇത് പറയേണ്ട അർത്ഥതാണ്. അപ്പം ഒന്ന് ചോദിക്കണമല്ലോ, ചോദിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം അത് ഇന്നതാണല്ലോ വിഷയം. ഇതിനാണ് നെമീമത്ത് എന്ന് പറയാ. ഈ സ്വഭാവം നമുക്കുണ്ടോ? നമുക്കുണ്ടെങ്കിൽ അള്ളാന്റെ കോടതിയിൽ കേസിലായി പോകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഗീബത്തും നെമീമത്തും നരകത്തിലാണ്. അത് രണ്ടും ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് കൂടൂല. അപ്പോൾ ഗീബത്തും നെമീമത്തുള്ള ആൾ മുഅ്മിനാണ്, മുസ്ലിമാണ് എന്ന് തന്നെ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. എന്നാരെ പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മുനാഫിഖ് ആണോ അല്ലയോ എന്ന് ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മുടെ ശരീരത്തിൽ ഈ സ്വഭാവം, നമ്മുടെ മനസ്സിൽ ഈ സ്വഭാവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഹൃദയത്തിലൊന്ന് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. ഇനി ഒരാളോടൊരു കാര്യത്തെ ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശത്തിന് രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? പരസ്യമായിട്ട് ഉപദേശിക്കാൻ പാടില്ല, രഹസ്യമായിട്ട് ഉപദേശിക്കണം. അതും നല്ല വാക്കുകളെ കൊണ്ട് ഉപദേശിക്കണം. അയാൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അയാളോട് ഓർമ്മപ്പെടുത്തണം. എന്നിട്ട് നീ പറഞ്ഞിട്ടും അയാൾ നന്നാകുന്നില്ലെങ്കിൽ നീ എന്താ ഇനി ചെയ്യേണ്ടത്? അയാളെ വയ്ക്കൂട്ടില്ല. എന്നാലും പരസ്യമായിട്ട് അയാൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മോശമാക്കാൻ പാടില്ല. മോശമാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതേതാ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിദ്അത്തുകാരൻ. അയാൾ കുറേ ആശയങ്ങൾ പറയാണ്. അയാളുടെ ഈ ആശയങ്ങളിലോട്ട് ആളുകൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പരസ്യമായിട്ട് അയാൾക്കെതിരെ സംസാരിക്കണം. അയാൾ ചെയ്യുന്ന കാര്യം ശരിയല്ല. കാരണം അതിന് പരസ്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അയാളുടെ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് ജനങ്ങൾ കയറിപ്പോകും. അത് ജനങ്ങൾ കയറിപ്പോണത് പ്രശ്നമാണ്. അപ്പോൾ അതിനെതിരെ സംസാരിക്കണം. ഒരാൾ ഹറാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണെങ്കിൽ അതിനെതിരെ പരസ്യമായിട്ട് പറയണം. ഇതിൻ്റെ അപ്പുറത്ത് ഒരാളിൽ വ്യക്തിപരമായ വിഷയങ്ങൾ ഒരിക്കലും തന്നെ പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിഡ്ഢികളാകരുത്. നമ്മൾ ആരാകരുത്? വിഡ്ഢികളാകാൻ പാടില്ല. മുനാഫിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. നമ്മളൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിഡ്ഢികളാകുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിഡ്ഢികളാകുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്തിനാണോ സ്വയം വിഡ്ഢികളാകുന്നത്? ഈ ഇലക്ഷൻ സമയവും അതിൻ്റെ പ്രചാരണങ്ങളും എല്ലാം നടക്കുന്നതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരിക്കലും ചോദിക്കുന്നുണ്ട്, അഖ്ബിറൂനി ബി അഹ്മഖിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാണ് എന്നെനിക്ക് പറഞ്ഞു തരുമോ എന്ന് കൂടുതൽ ആളുകളെടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ മഹാനവറുകൾക്ക് കൂടുതൽ ആളുകൾ പറയാണ്, കാലു റജുലുൻ ബാഅ ആഖിറതഹു ബിദുനിയാ, ആഖിറത്തിനെ ദുനിയാവിന് വേണ്ടി വിൽക്കുന്നവനാണ്. ദുനിയാവത്തെ ചില ആവശ്യങ്ങൾ നേടിക്കിട്ടാൻ വേണ്ടി ആഖിറത്തെ വിൽക്കുക, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം കിട്ടാൻ, ഒരു വാർഡ് മെമ്പറെങ്കിലും ആകാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമാകാൻ വേണ്ടി ആഖിറത്തിനെ കളയുക. ഒരു പുരുഷനായ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ കൈ പിടിക്കുക. ഒരു പെണ്ണായ സ്ഥാനാർത്ഥി ഇറങ്ങുന്ന സമയത്ത് ഒരാണിനെ കാണുമ്പോൾ കൈ പിടിക്കുക. ഇത് ഇറങ്ങാൻ പറ്റില്ലെന്ന് വേറെ ചർച്ച കേട്ടോ, അത് ഞാനിവിടെ പറയല്ല. അത് കൈ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ദുനിയാവിൽ ഒരു സംഭവം കിട്ടാൻ വേണ്ടി ആഖിറത്തെ വിറ്റ് തുലയ്ക്കുക. എന്നിട്ട് മഹാനവറുകൾ ചോദിക്കുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബി അഹ്മഖ മിൻഹു. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വിഡ്ഢികൾ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇവരിൽ ഏറ്റവും വലിയ ഹംകാരാണ്, ഏറ്റവും വലിയ വിഡ്ഢി ആരാന്ന് ചോദിക്കണത്? ഈ പറയപ്പെട്ടവരൊരു വിഡ്ഢികളാണ്. ഇവരിൽ ഏറ്റവും വലിയ വിഡ്ഢിയാര് എന്ന് ചോദിച്ചപ്പോൾ കൂടുതലൊരു പറഞ്ഞു, ബല ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ പറയും. അപ്പൊ മഹാനവറുകൾ കൊടുത്ത മറുപടി എന്താ? റജുലുൻ ബാഅ ആഖിറതഹു ബിദുനിയാ ഗൈരിഹി, മറ്റൊരാളുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഖിറത്തെ കളയുക.
മറ്റൊരാളെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം നുണ പറഞ്ഞിട്ട് സ്വന്തം നാശമായി പോവുക, സ്വന്തം മോശപ്പെട്ടു പോവുക. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഒരു സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ, നമ്മുടെ പാർട്ടി ഏതെങ്കിലും പാർട്ടി ആയിക്കോട്ടെ, ആ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ വേണ്ടി അയാളുടെ പിന്നിൽ അവിടെ നിന്ന് ഇല്ലാത്ത കഥകൾ പറയാ, അയാളെ കുറിച്ച് പൊക്കി പറയാ, എതിർ സ്ഥാനാർത്ഥിനെ ഇല്ലാണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ട്? ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട്. അവൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിയാണ്. വിഡ്ഢി എന്ന് പറഞ്ഞാൽ സ്വന്തം ആഖിറത്തിനെ കളഞ്ഞുകൊണ്ട് ദുനിയാവ് ഉണ്ടാക്കിയെടുത്തവനാ. അതിനേക്കാൾ വലിയ വിഡ്ഢി എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഹാരം കളഞ്ഞ ആൾക്കാരാ. അപ്പൊ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നുണ പറഞ്ഞിട്ട് വെറുതെ ഇത് മേടിക്കണ്ട. അള്ളാന്റെ അടുക്കൽ ഒന്നും ഉണ്ടാവില്ല. 5 കൊല്ലം കഴിഞ്ഞാലും മെമ്പറും പോയി, ഇലക്ഷൻ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞാലും സെൽഫ് എടുക്കൽ കഴിഞ്ഞവരെ മെമ്പറിന്റെ വർത്താനം ഉണ്ടാവില്ല. പിന്നെ മെമ്പറിനെ കാണുന്ന സമയത്ത് നോക്കട്ടെ എന്നാ കാര്യം. അപ്പൊ ഈ പിന്നാലെ നടന്ന് പാർട്ടി പ്രവർത്തനം, മറ്റു പ്രവർത്തനമൊക്കെ നടത്തി അള്ളാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിസ്കരിച്ചിക്കണം, നോമ്പ് അനുഷ്ഠിച്ചിക്കണ്, ഇതുകൊണ്ടൊക്കെ കുറച്ച് ധൈര്യത്തിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അള്ളാഹിക്കും 2025 ആ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ ഈ ഉണ്ടാകുന്നല്ലോ, എന്റെ പാർട്ടിക്ക് കൊണ്ട് ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, ഇന്ന നുണയൊക്കെ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനം എന്തേന്ന്? ചില ആളുകളുടെ പ്രസംഗം കേട്ട ആ സ്ഥാനാർത്ഥി അള്ളാന്റെ വലിയാന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനത്തെ രൂപത്തിലാക്കാരം പ്രസംഗം. അപ്പൊ അള്ളാഹിക്കും ഇതൊക്കെ എവിടെ? ഇതിന്റെ അടിസ്ഥാനം എവിടെ? അല്ല, അതിപ്പോ ഇലക്ഷൻ അല്ലേ, ഇലക്ഷൻ ആയ സമയത്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജയിക്കുള്ളൂ. അവിടെ ജയിച്ചോ? ജയിച്ച്. എന്നാ ഇവിടെ തോറ്റി, ഇവിടെ നിന്ന് മാറി കയറി. അള്ളാന്റെ പരിപാടി അതിന്. അപ്പൊ വേറൊരാളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട, ഇലക്ഷൻ പ്രചരണം വേണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്ന അർത്ഥം. അത് അതിന്റെ രൂപത്തിൽ നടത്തണം. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അധികാരം ഉണ്ടാക്കിയെടുക്കലെന്നല്ല. വാർഡ് മെമ്പർ ആവാനോ MLA ആവാനോ MP ആവാനോ ജയിക്കാന്നല്ല. ജനങ്ങളെ സേവിക്കല, അതൊരു ഖിദ്മത്ത്, അത് തൗഫീഖാണ്. അത് ജനങ്ങളെ സേവിക്കല. അല്ലാതെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കിയും നല്ല സേവന. എന്താ സേവനം എന്ന് പറഞ്ഞാൽ, ഈ വാർഡ് ഞാൻ നോക്കി വെച്ചതേനു, ഈ വാർഡ് ഹരിജൻസിന് കൊടുത്തു, മറ്റീന് കൊടുത്തു, അപ്പൊ എനിക്ക് സീറ്റ് കിട്ടിയില്ല, എന്നാൽ പകരം വേറൊരിടത്ത് എനിക്ക് സീറ്റ് തരും, ഇല്ല ഞാൻ പാർട്ടി മാറുകയാണ്. നല്ല രാഷ്ട്രീയ സേവനായി, എന്നാൽ ഞാൻ പാർട്ടി മാറുകയാണ്. അപ്പോ ഇത് ജനങ്ങളെ സേവിക്കലല്ല, ഇത് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സേവനമാണ്. ഇവിടെ മെമ്പറായില്ല, അടുത്ത ഇലക്ഷനിൽ MLA സ്ഥാനാർത്ഥിയെ കണ്ട ആളാ, MLA സീറ്റ് കിട്ടിയില്ല, പാർട്ടി തീരുമാനം വേറെയാണ്. അങ്ങനെ ഞാൻ പാർട്ടി മാറുകയാണ്, ഞാൻ പാർട്ടി മാറി. ഇത് രാഷ്ട്രീയ സേവനമൊന്നുമല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലില്ലാത്ത ആളാണ്, എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിനെയും അനുകൂലിക്കാത്ത ആളുമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിനെയും കണ്ണടച്ചുകൊണ്ട് പ്രതികൂലിക്കാത്ത ആളുമാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ഇതൊന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം, അത് ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്ത് വന്നാലും ഇതിനു വേണ്ടിയിട്ട് സ്വന്തം ആഖിറത്തെ കളഞ്ഞിട്ട് അള്ളാഹിന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരായി പോകും. അതുകൊണ്ട് വിശ്വാസിയുടെ അടയാളം എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെയും അതുപോലെ ഒരു മുനാഫിഖിന്റെയും അടയാളം, ഇതോടെ പറഞ്ഞ് നിർത്തുകയാണ്, ഒരു വിശ്വാസിയുടെയും ഒരു മുനാഫിഖിന്റെയും അടയാളം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു വിശ്വാസിയുടെ നാവ് അവന്റെ ഹൃദയത്തിന്റെ അപ്പുറത്തുണ്ടാവുക. ഒരു വിശ്വാസിയുടെ നാവ് അവന്റെ ഹൃദയത്തിന്റെ അപ്പുറത്താണുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഹൃദയം കൊണ്ട് ചിന്തിക്കും, ഈ കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് ആഖിറത്തിലേക്ക് നേട്ടമുണ്ടോ? അങ്ങനെ ആഖിറത്തിലേക്ക് നേട്ടമില്ലെങ്കിൽ സംസാരമില്ല, മിണ്ടാതിരിക്കും. ഇതാണ് വിശ്വാസിയുടെ അടയാളം. ഇനി കപട വിശ്വാസി മുനാഫിക്കിന്റെ അടയാളം എന്താ? അവന്റെ നാവ് ഹൃദയത്തിന്റെ മുന്നിലാണ്. ആദ്യം അവൻ സംസാരിക്കും, എന്നിട്ടാ ചിന്തിക്കുക. ആദ്യം അവൻ സംസാരിക്കും, എന്നിട്ടാ ചിന്തിക്കുക. എന്നിട്ട് പിന്നെ പറയേണ്ടിയില്ലായിരുന്നു, പറഞ്ഞത് മോശമായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞു നടക്കും. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. അപ്പൊ എന്ത് പറയുമ്പോഴും ആദ്യം ചിന്തിക്കണം. ദേഷ്യം വരുന്ന സമയത്ത് പറയാനുള്ളത് മൊത്തം ഇങ്ങോട്ട് പറയാ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നല്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ മൗനം പാലിക്കും. വേറെ മഹത്തുക്കൾ പറഞ്ഞത് എന്താ? ദേഷ്യം വന്നാൽ കുറച്ച് ചരക്കലിട്ട് വായിലിടുന്ന പറഞ്ഞത് എന്താ? പിന്നെ ചരക്കല് വായിലുണ്ടല്ലോ, പിന്നെ ഒന്നും മിണ്ടൂലല്ലോ. കാരണം ദേഷ്യം വരുന്ന സമയത്ത് വായിൽ നിന്ന് പോകുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. എന്തൊരു ചൊല്ലില്ല, എന്താ? കൈവിട്ട ആയുധവും വാവിട്ട വാക്കും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാ. അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് എന്തെല്ലാമോ പറയും. അപ്പൊ അതിനുശേഷം പിന്നെ ഇത് പൊരുത്തപ്പെടിപ്പിക്കാൻ നോക്കുമ്പോഴേക്കും ഈ മനുഷ്യനാകെ വഷളായി, ആ മനുഷ്യന്റെ മനസ്സിൽ ഇതൊരു കറയായി, അള്ളാന്റെ അടുത്ത് പരാതി പറയൽ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ദേഷ്യം വന്ന ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുക. അത് 1, 2, 3 ദിവസമൊക്കെ മിണ്ടാതിരിക്കുക. തെറ്റല്ല കേട്ടോ, തെറ്റൽ വേറെ. മിണ്ടാതിരിക്കുക, ആ സംസാരത്തിന്, ആ വിഷയത്തിനെ കുറിച്ച് മിണ്ടാതിരിക്കുക, അതാ ചെയ്യേണ്ടത്. അതാണ് വിശ്വാസിയുടെ അടയാളം എന്ന് പറയുന്നത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ആലോചിച്ചുകൊണ്ടൊരു വിഷയം പറയാം, ഒരു വിഷയം പറഞ്ഞതിന് ശേഷം ആലോചിക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഹൗദുൽ കൗസർ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി കൂടി പറഞ്ഞ് നിർത്തുകയാണ്.
ഹൗദുൽ കൗസർ കിട്ടാനുള്ള ഒരു എളുപ്പ വഴി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താണ് ഹൗദുൽ കൗസർ കിട്ടാനുള്ള എളുപ്പ വഴി എന്താണ്? ലയരിദന്നൽ ഹൗദ അലയ്യ അഖ്വാമ ലാ അഅരിഫുഹും ഇല്ലാ ബികസ്റത്തി സ്വലാ. ഹൗദുൽ കൗസർ ഒരു മനുഷ്യന് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് അധികരിപ്പിക്കലാണ് ഹൗദുൽ കൗസർ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളതാണ്. ധാരാളം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഒരു പരിഗണന കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വലാത്ത് ചെല്ലണം. സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിൽ നിന്ന് പരിഗണിച്ചാൽ ആഖിറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പരിഗണിക്കും. ഹൗദുൽ കൗസർ ആദ്യമായി കിട്ടുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി അത് മുഹാജിറുകളിൽപ്പെട്ട പാവങ്ങളായ ആളുകൾക്കാണ് ഹൗദുൽ കൗസർ കിട്ടുക എന്നുള്ളതാണ്. അഥവാ അവർക്ക് എവിടെ അംഗീകാരം ഉണ്ടാവില്ല, അവർക്ക് താഴ്ഭാഗം എത്തുന്നവരെയുള്ള വസ്ത്രം ഉണ്ടാവില്ല, അത്ര പാവപ്പെട്ട മനുഷ്യരാ. ആ പാവപ്പെട്ട ആളുകൾക്കാണ് ആദ്യമായിട്ട് ഹൗദുൽ കൗസർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പാവപ്പെട്ടവരെ നിസ്സാരായി കാണരുത്. ഹൗദുൽ കൗസർ കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി സ്വലാത്ത് ചൊല്ലുക, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.